എന്നും നമ്മൾ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ TV ഓണാക്കുമ്പോൾ പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് എത്താറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു കുടുംബം 4 ജീവനുകൾ, ഒടുവിൽ അവർ പുഴയുടെ ആഴങ്ങളിൽ. അവസാന നിമിഷങ്ങളിൽ ആ കുഞ്ഞുങ്ങൾ ഓടി കളിച്ചു. അച്ഛൻ കൈപിടിച്ചു നടന്നു, അമ്മ പിന്നാലെ വന്നു. കണ്ടു നിന്നവർക്ക് ഇതൊരു സാധാരണ കുടുംബം പോലെ തോന്നിയിരിക്കാം. എന്നാൽ അവരുടെ ഉള്ളിൽ ആരും കാണാത്ത ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. സ്ഥിര വരുമാനമില്ലായ്മ, കടുത്ത ദാരിദ്ര്യം, താമസിക്കാൻ ഇടമില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഒടുവിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ആ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് അവർ പുഴയുടെ ആഴങ്ങളിലേക്ക് തേടിപ്പോകുമ്പോൾ ഒരിക്കലും ആ അച്ഛനും അമ്മയും തങ്ങളുടെ മക്കളെ ഇല്ലാതാക്കണമെന്ന് കരുതിയിട്ടല്ല. പക്ഷേ ജീവിക്കാൻ മറ്റു മാർഗമില്ല. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ സമൂഹത്തിൽ വളർത്താൻ ഈ അച്ഛനും അമ്മയ്ക്കും കഴിയുന്നില്ല. അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഉയർത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്ന തോന്നൽ. തങ്ങളുടെ ദാരിദ്ര്യം തങ്ങളെ വല്ലാതെ വേട്ടയാടുന്നു. ഒടുവിൽ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കുമെന്ന ഭയം അവരെ ഇത്തരത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. ഈ ദുരന്തം നമ്മുടെ മുൻപിൽ വലിയ ചോദ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു കുടുംബം ഇത്രയും വലിയ നിരാശയിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മുടെ സമൂഹത്തിനും സംവിധാനങ്ങൾക്കും എന്ത് ചെയ്യാനാകുമായിരുന്നു? ഇപ്പോഴും പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പലരും നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ എത്രത്തോളം എല്ലാവരും ഒരുങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നു. തെല്ലു ഭയത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. വളരെ ഞെട്ടലും വേദനയും മനസ്സിനെ വല്ലാതെ തളർത്തിക്കളയുന്നു. വളരെ സ്വാഭാവികമായി നടന്നു പോകുന്ന 4 പേർ, ഒരു അച്ഛനും അമ്മയും 2 കൊച്ചു കുഞ്ഞുങ്ങളും. കുഞ്ഞിനെ അച്ഛൻ തൻ്റെ കൈകളിൽ ഏന്തിയിരിക്കുകയാണ്. ആ പോക്ക് പോകുമ്പോൾ ഒരു നല്ല കുടുംബം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് മാത്രമേ കരുതാൻ കഴിയുന്നുള്ളൂ. അതിനും അപ്പുറം അവർ വലിയൊരു ദാരിദ്ര്യത്തിലും വേദനയിലുമാണ് എന്ന് വിശ്വസിക്കാൻ ആർക്കും തന്നെ ആ ചിത്രം കണ്ടാൽ തോന്നുകയില്ല. ഒടുവിൽ അവർ ഇത്രയും വലിയ തീരുമാനമെടുത്തപ്പോൾ മലയാളികളുടെ ഏവരുടെയും നെഞ്ചൊന്ന് പിടഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.